ജോമോനെ അത് വേണ്ട, ആ ഐഡിയ കളഞ്ഞേക്ക്. പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ എനിക്ക് മുമ്പിൽ തെളിയുമ്പോൾ തടയരുത് ബ്രദർ, തടയരുത്. നീ സംവിധാനം ചെയ്ത് പഠിക്ക. ആദ്യം ഞാൻ ജീവിതം ഒന്ന് സംവിധാനം ചെയ്യട്ടെ. അതിനളിയൻ എന്റെ കൂടെ നിൽക്കണം. ഒരൊറ്റ ഷോട്ടിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. ജോമോനെ നീ എന്താ കാര്യേട്ടാ? പിന്നല്ലാണ്ട് എടാ, ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്ത ഇവ അയാളെ പോലെ തന്നെ ഇരിക്കും. ആരെപ്പോലെ? ഫഹദ് ഫാസിൽ. പൊന്നോ, ഇവിടെ കാലൂത്തിപ്പ് തുടങ്ങിയ ചങ്ങായെ കൊണ്ടുള്ള ഇടങ്ങേറ്. ജോമോനെ ഇത് നടക്കൂല, ആൾമാറാട്ടോ. നീ വേറെ വല്ല വഴി നോക്കി. നീ വെറുതെ ഇടംകൊല്ലിടരുത്. വെറും 1 മണിക്കൂറത്തെ കാര്യം. ഇത് കോടതിയൊന്നും അല്ലല്ലോ, കോളേജിലോട്ടല്ലേ കൊണ്ടുപോണത്. എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. ആർക്ക് പിടികൊടുക്കാതെ ഇവനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ വാക്ക് തരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇന്നെ ഈ പരിപാടിക്ക് കിട്ടൂല. അളിയനും കൂടെ വേണ്ടിയിട്ടാണ്. മനാഫിനെ പിണയ്ക്ക എനിക്ക് മാത്രമല്ല പ്രശ്നം, ആർക്കും അവന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടൂല. പിന്നെ എന്നിട്ട് സ്ഥലക്കച്ചവടം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അളിയ ഒന്നുകൊണ്ട് പേടിക്കണ്ട. വേറെ 1 മണിക്കൂറത്തെ കാര്യം, ഞാൻ കൂടെ ഇല്ലേ. ചുമ്മാ ഇങ്ങനെ ഈ പരിപാടി കഴിഞ്ഞ ആദ്യം അളിയന്റെ സ്ഥലക്കച്ചവടം, പിന്നെ അളിയന് ധൈര്യമായിട്ട് തിരിച്ചു പോവല്ലോ. എല്ലാം നന്നായി. Hey, take a look. Yeah. Look at this. I like it. That's good. Yep. But I think... Wait. Hello, Joman. ഹലോ ബായ്. ഞെട്ടരുത്, ഫംഗ്ഷൻ ഒരു കിടിലൻ ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ആരാ കക്ഷി? ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിൽ? Fahad Fasil. Oh, wow. Amy. Oh my God. Fahad will be our guest. Wow. This is awesome. Late ആക്കരുത്. Be on time. Okay? കൃത്യ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും, കൂടെ ഫഹദ് ഫാസിലും. Ornaments and dress ഒക്കെ അവളുടെ കയ്യിൽ. You have to prepare the cue sheet. Okay? എപ്പോഴാ ഫംഗ്ഷൻ തുടങ്ങാൻ പോകുന്നേ? You guys have to be ready by 10:30 sharp. ഫഹദിനെ വെയിറ്റ് ചെയ്യിക്കരുതേ. Okay, fine. Actually, we are just waiting for him. Yeah. അക്ഷിത, നീ ഇത് എവിടെയായിരുന്നു? It's already late. I'm so sorry. സമയമായില്ലേ? Actually, you know the traffic here, right? It was horrible. അതാ ഞാൻ. Let's go. പെട്ടെന്ന് വാ. വെൽക്കം ചെയ്യാൻ 4 കുട്ടികൾ മതി. Okay. താര സിസ്റ്ററോടും പറയണം. All right, sister. താൻ ഫഹദിന്റെ മാനേജറെ വിളിച്ചോ? ദാ അപ്പോൾ വിളിക്കാം. ഓക്കെ, ഫൈൻ. എങ്ങനെയാ ജോമോന് ഓരോരുത്തരും ഇതൊക്കെ ഇട്ട് നടക്കുന്നത്? സമ്മതിക്കണല്ലേ, ഉമ്മക്കൊന്നും പറ്റൂല. എന്നാലും എങ്ങനെയുണ്ട്? ഇനി വിചാരിച്ചവരെ കായ്ക്കോ? ഹലോ, കാശ് ഒരുപാട് ചെലവാക്കിയിട്ടാണ് ഈ കോലത്തിലൊക്കെ ആക്കിയെടുത്തത്. ദയവ് ചെയ്ത് വാ തുറന്നൊന്നും സംസാരിക്കരുത്. ഒരു കൊയിലാണ്ടി ഭാഷ. ഇപ്പൊ ശരിക്കും ബേജാറാണ് കേട്ടോ. ഇങ്ങനെ ഒന്നും ചിരിക്കരുത്. പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. കോളേജിൽ ചെന്നിറങ്ങിയ ഉടനെ ദാണ്ട ഇങ്ങനെ കൈ ഉയർത്തി ഉയർത്ത്. ഈ പറയണ പോലെ ഇതൊക്കെ ഇട്ട് കൈയൊന്നും പൊന്തിക്കാനാവില്ല കേട്ടോ. ഇനി എന്റെ മുഖത്തോട്ട് നോക്ക്. ആളെ പറ്റിക്കുന്ന ഒരു ചിരി.
ദാ ഇങ്ങനെ. ദേ കടന്ന് വിളിക്കണം. നിന്നെ മകന് തല കെട്ടയിത്തു. ഹലോ ഹലോ ജോമോൻ, നിങ്ങൾ 10:30 തന്നെ എത്തില്ലേ? ഏ ഹലോ, ലേറ്റ് ആവില്ലല്ലോ? മിസ്റ്റർ ജോമോൻ, അരുൺ എവിടെ? അവൻ പോയി, ഓഫീസിൽ പോയി. ആ, അവന്റെ കൂട്ടുകാരൻ പോയോ? പോയി. എപ്പോ? ഇല്ല, ഇപ്പൊ കൊണ്ടു. ആര്? എല്ലാ സെറ്റാണ്. എന്ത്? അവിടെ എവിടെ? ആ, അപ്പ പോയില്ല. മിസ്റ്റർ, ഈ ക്രിസ്റ്റഫർ വാസ്കോ ആരാണ് നിനക്കൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല. ഇറങ്ങ 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 ഇറങ്ങ, പെട്ടിയും പേടമൊക്കെ എടുത്ത് ഇറങ്ങ. ഇറങ്ങണം മിസ്റ്റർ, ഇറങ്ങ. എന്നാലും എന്റെ ജോമോനെ, എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഫഹദ് ഫാസിലിനെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. ഫഹദ് ഫാസിൽ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കിപ്പോ വിശ്വാസമായി. എന്നാലും എങ്ങനെ? അരുണും പുള്ളി ഒരുമിച്ച് പഠിച്ചതാ. ഇവിടെ ലീല പാലസിലാ താമസം. അരുൺ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ചുനാൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി വന്നതാ. കുഞ്ഞുനാളിൽ കൂടെ പഠിച്ച കൂട്ടുകാരനോടൊപ്പം കുറച്ചുനാൾ, കുറച്ച് നിമിഷങ്ങൾ. ബാർബർ ബാലിന്റെ വീട്ടിലെത്തുന്ന മമ്മൂക്കെ പോലെ. എനിക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരണം. എങ്ങനെ? ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. സോറി വാസ്കോ, ഫസ്റ്റ് സാറിന് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ ഇന്ന് കുറച്ച് തിരക്കിലാണ്. മറികൂ ഫസ്റ്റ് സാർ, വരൂ.